നമസ്തേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ശശങ്കാസന ബ്രീത്തിങ് ആണ്. ശശങ്കാസന എന്ന് പറയുന്നത് റാബിറ്റ് പോസ് ആണ്, മുയലിനെ പോലെ. പക്ഷേ ആസനമല്ല നമ്മൾ ചെയ്യുന്നത്. ആ ആസനത്തിൽ ഇരുന്നു കൊണ്ട് ഒരു ബ്രീത്തിങ് എക്സസൈസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. മുട്ടുമടക്കി ഇരിക്കുക. മുട്ടുമടക്കി ഇരുന്നതിന് ശേഷം രണ്ട് കാലും രണ്ട് വശത്തായിട്ട് അല്പം ഒന്ന് അകത്തണം. ഒത്തിരി അങ്ങ് സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ രീതിയിലുള്ളൊരു അകൽച്ച മാത്രം മതി. രണ്ട് കാൽമുട്ടിൻ്റെ നടുക്കായിട്ട് കൈപ്പത്തി വയ്ക്കുക. എൻ്റെ മുന്നിൽ കാണുന്ന വസ്തുവിലേക്ക് നോക്കണം. നേരെ മുന്നിലോട്ട് നോക്കിക്കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം. ശ്വാസം വിടുന്ന മുറയ്ക്ക് കൈ ഒന്ന് മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. ആ വസ്തുവിൽ നിന്നും ദൃഷ്ടി മാറ്റാൻ പാടില്ല. ഏറ്റവും അവസാനം മാത്രം തല താഴേക്ക് കുനിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് എങ്ങനെയാണോ പോയത് അതേപോലെ കൈ തിരികെ കൊണ്ടുവരിക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കൈ മുന്നിലേക്ക് നീട്ടുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് തിരികെ വരിക. നിവർന്നിരുന്ന് രണ്ട് കാൽമുട്ടുകളും ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് റിലാക്സ് ചെയ്യുക. ശ്രദ്ധ മുഴുവൻ നിങ്ങളുടെ തോൾ ഭാഗത്തും അതുപോലെ തന്നെ മുതുകുഭാഗത്തുമായിരിക്കണം. ശ്വാസം പുറത്തേക്ക് വിടുക. നോർമൽ ബ്രീത്തിങ്. ശേഷം കണ്ണുകൾ തുറന്ന് പഴയ അവസ്ഥയിലേക്ക് തിരികെ വരിക. ഈ ബ്രീത്തിങ് എക്സസൈസ് 6 തവണയെങ്കിലും ചെയ്യണം. ഇത് ചെയ്യുന്നത് രാവിലെയും വൈകുന്നേരം നമുക്ക് ചെയ്യാവുന്നതാണ്. വൈകുന്നേരം നമ്മൾ എന്തുകൊണ്ട് അഡ്വൈസ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു ജീവിതചര്യ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഭയങ്കരമായിട്ട് മുതുകിനൊരു റിലാക്സേഷന് വേണ്ടിയിട്ടും ബാക്ക് മസിൽസിന് നന്നായിട്ടൊരു സ്ട്രെച്ചിങ് കൊടുക്കാനുമാണ് ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാനായിട്ട് പറയുന്നത്. റെഗുലറായിട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.